ഇസ്രയേലിന്റെ ചാരസംഘടന മൊസാദ്. മൊസാദ് എന്ന ഹീബ്രു വാക്കിനർത്ഥം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. ദ മൊസാദ് എന്നറിയപ്പെടുന്നുവെങ്കിലും മുഴുവൻ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ്. അമേരിക്കയുടെ ചാരസംഘടനയായ CIA-ക്കാളും മികച്ചത്. ആയുധങ്ങളുടെ കാര്യത്തിലോ സൈനികരുടെ എണ്ണത്തിലോ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതിയിലോ വിഭവശേഷിയിലോ ഒന്നും ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കാനുള്ള യോഗ്യത ഇസ്രയേലിനില്ല. എങ്കിലും ലോകത്തിലെ വൻ ശക്തികളെല്ലാം ഇസ്രയേലിനെ ഭയപ്പെടുന്നു. അതിനുള്ള കാരണം മൊസാദ്, ഇസ്രയേലിന്റെ ചാരസംഘടന. തീക്കട്ടയിലിരിക്കുന്ന ഉറുമ്പിനെ എന്ന പോലെ കൗതുകത്തോടെ അവരെ ഉറ്റുനോക്കുന്നു. ഇന്ത്യ മഹാരാജ്യം സ്ഥാപിതമായി 1 വർഷം കഴിഞ്ഞാണ്, അതായത് 1948-ലാണ് ലോകത്തിലെ ചെറിയ രാജ്യങ്ങളിലൊന്നായ ഇസ്രയേൽ സ്ഥാപിതമായത്. ദ്വീപിന് ചുറ്റും സമുദ്രമെന്ന പോലെ ഇസ്രയേലിന് ചുറ്റും ശത്രുരാജ്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയാണ് മൊസാദ്. അമേരിക്കൻ ചാരസംഘടനയായ CIA മൊസാദിന് നൽകിയ വിശേഷണം. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് എന്ന നരനായാട്ട്. ലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് നാസി ഭീകരർ കൂട്ടക്കൊല ചെയ്തത്. ആ നരനായാട്ടിന്റെ നടുക്കുന്ന ഓർമ്മകൾ ജൂത സമൂഹത്തെ ഇന്നും വേട്ടയാടുന്നു. ഇനി ആരും ജൂതനായാട്ടിനിറങ്ങാതിരിക്കാൻ ഓരോ ജൂതനും ജാഗ്രത പാലിക്കുന്നു. കരിയില അനങ്ങിയാൽ പോലും അവർ കാതുകൂർപ്പിക്കും. ഈ ജാഗ്രതയാണ് മൊസാദിനെ ഏറ്റവും മികച്ച ചാരസംഘടനയാക്കുന്നത്. ചുരുക്കത്തിൽ, ഇസ്രയേലിന്റെ ഉത്കണ്ഠയാണ് മൊസാദിന്റെ ശക്തിയുടെ ഉറവ. ആയുധബലമോ സൈനിക ശക്തിയോ അല്ല യുദ്ധത്തിൽ വിജയം നിശ്ചയിക്കുന്നത്. അപ്രതീക്ഷിതമായ സമയത്ത് അപ്രതീക്ഷിതമായ ദിശയിൽ നിന്നുള്ള ആക്രമണമാണ്. അതിന് ശക്തിയേക്കാൾ വേണ്ടത് ബുദ്ധിയാണ്. അറിവാണ് ആയുധം. ശത്രുവിന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള അറിവ്. സൈന്യത്തിന് ജയിക്കാൻ കഴിയാത്ത യുദ്ധം അണിയറയിലിരുന്ന് ജയിക്കാൻ ചാരന് കഴിയും. ഇക്കാര്യത്തിൽ മറ്റാരേക്കാളും കഴിവ് മൊസാദിനാണ്. മൊസാദ് ഇസ്രയേലിനെ ഞെട്ടിക്കുന്നത് കാണുമ്പോൾ ലോകം ഞെട്ടാറുണ്ട്. ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ നാസി ഭീകരൻ ഐക്മാനെ വർഷങ്ങൾക്ക് ശേഷം തപ്പിയെടുത്ത് ശിക്ഷ നടപ്പാക്കിയപ്പോഴും 6 ദിവസം കൊണ്ട് അറബി സഖ്യത്തെ അടിയറവ് പറയിപ്പിച്ചപ്പോഴും എൻറ്റബയിൽ വെച്ച് റാഞ്ചിയ വിമാനം രക്ഷപ്പെടുത്തിയപ്പോഴും മൊസാദ് ലോകത്തെ അമ്പരപ്പിച്ചു. വിവരങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുന്ന അക്കാദമിക് സ്ഥാപനമാണ് തങ്ങളുടേതെന്നാണ് വാദം. ഒരർത്ഥത്തിൽ മൊസാദിന്റെ പ്രവർത്തനം മറ്റ് ഏജൻസികളുടേതിനേക്കാൾ പ്രയാസമേറിയതാണ്. കാരണം ഇസ്രയേലിനെ വലയം ചെയ്തിരിക്കുന്നത് അവരുമായി ശത്രുതയുള്ള 5 രാജ്യങ്ങളാണ്. അവരിൽ നിന്നാണ് മൊസാദിന് കൂടുതൽ വിവരങ്ങൾ ചോർത്തേണ്ടതും. രാജ്യത്തിനകത്തും ശക്തമായ എതിർനീക്കങ്ങളുണ്ട്. മാത്രമല്ല, കുറെ രാജ്യങ്ങൾ ഇസ്രയേലിനെ രാഷ്ട്രീയമായി അംഗീകരിക്കുന്നില്ല. അതിനാൽ അവിടെ പ്രവർത്തിക്കുമ്പോൾ നയതന്ത്ര പരിരക്ഷകൾ ഒന്നും ലഭിക്കാറില്ല. മൊസാദിന്റെ സ്ഥാപകരിൽ ഒരാളായ ഇസാർ ഹാറൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇസ്രയേലിനെ പോലെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ആവശ്യമുള്ള മറ്റൊരു രാജ്യവും ഭൂമുഖത്തില്ല. ഇസ്രയേൽ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്തുന്ന രാജ്യങ്ങളുമായി നമുക്ക് നയതന്ത്ര ബന്ധങ്ങളുമില്ല. അതിനാൽ നമുക്കിത് അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ലോകത്ത് ഏറ്റവും അധികം യാതനകൾ അനുഭവിച്ച ജനവിഭാഗം ജൂതന്മാരാണ്. നാസികളുടെ മൃഗീയമായ വേട്ടയും മറ്റും മൂലം അവർ ഛിന്നഭിന്നമായി പോയിരുന്നു. പിന്നീട് ഇസ്രയേൽ രൂപം കൊണ്ടപ്പോൾ അവർ ഒത്തുകൂടി. ആ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അവരുടെ ഭാവിയുടെ തന്നെ പ്രശ്നമാണ്. വെറും ഒരു തൊഴിലല്ല, ജീവിതം തന്നെയാണെന്ന ചിന്തയാണ് മൊസാദിനെ രഹസ്യാന്വേഷണത്തിലെ മികച്ചവരാക്കി മാറ്റിയത്. 1949 ജൂലൈയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗൂറിയൻ തന്റെ അടുത്ത ഉപദേശകനായ റൂവിൽ ഷിലോവയോട് രഹസ്യാന്വേഷണവും രാജ്യസുരക്ഷയും ലക്ഷ്യം വെച്ച് ഒരു വകുപ്പ് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ വർഷം ഡിസംബർ 13-ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓർഡിനേഷൻ അഥവാ മൊസാദ് നിലവിൽ വന്നു. വിദേശ മന്ത്രാലയത്തിന്റെ കീഴിലായിരുന്നു അന്ന് മൊസാദിന്റെ പ്രവർത്തനം. എന്നാൽ 1951-ൽ ബെൻഗൂറിയൻ അത് പുനഃസംഘടിപ്പിച്ചു. അതോടെ മൊസാദിന് സ്വതന്ത്രവും കേന്ദ്രീകൃതവുമായ ഘടനയായി. വിദേശത്തെ എല്ലാ ഇന്റലിജൻസ് ദൗത്യങ്ങളും മൊസാദിന് കീഴിൽ വന്നു. വിദേശ മന്ത്രാലയത്തിൽ നിന്നും വേർപെടുത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമാക്കി. അതോടെ മൊസാദ് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ടെല്ലവീവിലാണ് മൊസാദിന്റെ ആസ്ഥാനം. 2000-ഓളം സ്റ്റാഫും 8 വിഭാഗങ്ങളുമുണ്ട് മൊസാദിന്. എല്ലാ വിഭാഗങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യമാക്കിയിട്ടില്ല. വിഭാഗങ്ങളിൽ ഏറ്റവും വലുത് വിവരശേഖരണ വിഭാഗമാണ്. നയതന്ത്ര കാര്യാലയ ഉദ്യോഗസ്ഥന്മാരും ഇത്തരം തസ്തികയുടെ സുരക്ഷിതത്വമില്ലാതെ പ്രവർത്തിക്കുന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഈ വിഭാഗത്തിൽപ്പെടും. ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തിനകത്ത് ചാരപ്രവർത്തനം തടയുന്നതിനും ചുമതലയുള്ള ഷീൻ ബീറ്റ്, സൈന്യത്തിന് വേണ്ട രഹസ്യവിവരങ്ങൾ ശേഖരിക്കുന്ന അമൻ എന്നിവയാണ്
ഇസ്രയേലിന്റെ ചാരസംഘടനയുടെ പ്രധാന ഘടകങ്ങൾ. സൈന്യവുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലാത്ത സിവിലിയൻ പ്രസ്ഥാനമാണ് മൊസാദ്. എന്നാൽ ഇതിൽ പ്രവർത്തിക്കുന്നവരിൽ അധികവും മുമ്പ് സൈന്യത്തിൽ പരിചയമുള്ളവരാണ്. ഇതിന് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗമായ അമൻ, ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബിറ്റ് എന്നിങ്ങനെ പ്രധാനമായും 2 ഘടകങ്ങളാണുള്ളത്. മൊസാദിന് 8 പ്രമുഖ വിഭാഗങ്ങളുണ്ടെന്നാണ് കരുതുന്നത്. ഇതിൽ ആദ്യ വിഭാഗം കളക്ഷൻസ് എന്നറിയപ്പെടുന്നു. വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ചാരപ്പണികളുടെ ചുമതലയാണ് ഈ വിഭാഗത്തിന്. ഈ വിഭാഗത്തിൽ അധികവും രാജ്യത്തിനു വേണ്ടി ഒളിച്ചും നേരിട്ടും ചാരപ്പണി നടത്തുന്നവരാണ്. ഈ ചാരന്മാർ കാറ്റ്സാസ് എന്ന വിളിപ്പേരിനാൽ അറിയപ്പെടുന്നു. മറ്റൊരു ഘടകമാകട്ടെ രാഷ്ട്രീയകാര്യ വിഭാഗവും. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങളുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ഈ വിഭാഗത്തിന്റെ ചുമതല. മെറ്റ്സാഡ എന്നൊരു പ്രത്യേക വിഭാഗവും മൊസാദിനുണ്ട്. ധാർമ്മികമായ കാര്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവരുടെ പ്രധാന ദൗത്യം. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, അട്ടിമറി തുടങ്ങിയ ദൗത്യങ്ങൾ ഇവരാണ് ചെയ്യുന്നത്. വാർത്തകൾ മെനയുകയും പരത്തുകയും ചെയ്ത് മനഃശാസ്ത്രപരമായ നീക്കങ്ങളിലൂടെ പല കാര്യങ്ങളും സാധിക്കുന്ന വിഭാഗമാണ് ലോക്കാമ സൈക്കോളജിറ്റ വിഭാഗം. മികച്ച സജ്ജീകരണങ്ങളുള്ള ഒരു ഗവേഷണ വിഭാഗവും സാങ്കേതിക വിദ്യാ വിഭാഗവും മൊസാദിനുണ്ട്. ആഴ്ചയിൽ 2 തവണയെങ്കിലും മൊസാദിന്റെ തലവന്മാർ യോഗം ചേരും. ഇതറിയപ്പെടുന്നത് കോഫി മോർണിംഗ് എന്നാണ്. ഷിൻബെറ്റിന്റെ ഡയറക്ടർ, പോലീസ് ഇൻസ്പെക്ടർ ജനറൽ, വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, പ്രധാനമന്ത്രിയുടെ ഉപദേശകർ എന്നിവരാണ് കോഫി മോർണിംഗിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. ഓരോ തലവന്മാരും തങ്ങളുടെ വിഭാഗത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കും. സഹകരണമാണ് ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യമെന്നാണ് മൊസാദിന്റെയും അമന്റെയും തലവനായിരുന്ന മീർ അമിത് പറയുന്നത്. എല്ലാവരും തുല്യരാണെന്നാണ് പറയുന്നത്. മൊസാദിന്റെ പ്രതിനിധികളായ ചിലർ കൂടുതൽ തുല്യരായിരിക്കും. മൊസാദിന്റെ പ്രതിനിധിയെ പാത്രിയാർക്കീസ് എന്നാണ് വിളിക്കുക. ഇതെല്ലാം പരമരഹസ്യമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ജർമ്മനിയിലെ സ്റ്റേൺ മാസികയാണ് ഇത്തരം യോഗങ്ങളുടെ വിശദാംശങ്ങൾ ആദ്യമായി പുറത്തു കൊണ്ടുവന്നത്. ഇത്തരം യോഗങ്ങൾ 1980-കളിൽ ടെല്ലവീവിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിലുള്ള കെട്ടിടങ്ങളിലായിരുന്നു. കാർ പാർക്കിംഗ് ഭൂമിക്കടിയിലായിരിക്കും. അവിടെ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് സംവിധാനവും ഉണ്ടായിരുന്നു. ബുള്ളറ്റ് പ്രൂഫ് കാറുകളിലെത്തുന്ന നേതാക്കൾ ലിഫ്റ്റ് വഴി കോൺഫറൻസ് നടക്കുന്ന മുറിയിലെത്തും. ആരെല്ലാമാണ് അവരെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മെഡിറ്ററേനിയൻ കടലിലൂടെ നീങ്ങുന്ന റഷ്യൻ കപ്പലുകൾ തങ്ങളുടെ സംഭാഷണം ചോർത്തുന്നുണ്ടോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. കണ്ടാൽ വെറും പാവങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്ന സാധാരണക്കാർ, എന്നാൽ അവരുടെ ഉള്ളിലോ പരമരഹസ്യങ്ങളുടെ കലവറയും. ഇതാണ് മൊസാദ് ചാരന്മാരുടെ ലക്ഷണം. CIA-യുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പ്രതാപവും തലയെടുപ്പുമൊന്നും മൊസാദിന്റെ ആസ്ഥാനത്തിനില്ല. ഒരു സാധാ സർക്കാർ ഓഫീസ്. ആർഭാടം നിറഞ്ഞ വസ്ത്രധാരണമോ ജീവിതശൈലിയോ ഒന്നും മൊസാദിന്റെ ഓഫീസർമാർക്കില്ല. മൊസാദിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരായതിനാലാണ് ഈ ലാളിത്യം. മൊസാദിന്റെ തലവനെ തിരഞ്ഞെടുക്കുക പ്രധാനമന്ത്രിയാണ്. ഇവരുടെ കാലാവധി 5 വർഷമാണെങ്കിലും 5 വർഷം കഴിഞ്ഞും സ്ഥാനമൊഴിയാത്തവരുമുണ്ട്. എല്ലാവർക്കും തന്നെ പിടിപ്പത് പണിയുണ്ട്. മൊസാദ് അംഗങ്ങൾ കഠിനമായി ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. എന്നാൽ ജോലി അനുസരിച്ച് കൂലി കിട്ടുന്നുമില്ല എന്നതാണ് അവസ്ഥ. മൊസാദിൽ ചേരുവാനുള്ള പ്രധാന യോഗ്യത കഴിവ് തന്നെയാണ്. കൂടുതൽ സൗന്ദര്യമുള്ളവർക്കും വിരൂപർക്കും പ്രവേശനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആൾക്കൂട്ടത്തിൽ ഒരാളെപ്പോലെ ആയിരിക്കണം രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ. പൊതുസ്ഥലങ്ങളുടെ പിന്നാമ്പുറങ്ങളിലായിരിക്കും ഇവരുടെ ഔദ്യോഗിക ജീവിതം. കഠിന ഹൃദയമുള്ളവരും പ്രായോഗിക ബുദ്ധിമാന്മാരുമായിരിക്കും അംഗങ്ങൾ. അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കണമെന്നതാണ് വ്യവസ്ഥ. എവിടെ താമസിക്കുന്നു, എത്ര നാൾ ഉണ്ടാകും, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നീ വിവരങ്ങളെല്ലാം ആരോടും പറയാൻ പാടില്ല. സ്കൂൾ പരീക്ഷകളിൽ നല്ല മാർക്ക് നേടുന്നവരെയും മൊസാദ് നോട്ടമിടാറുണ്ട്. മൊസാദിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സൈനിക പരിശീലനം നേടണം. അവിടെയാണ് ആദ്യം കഴിവ് തെളിയിക്കേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ചുമതലകൾ ലഭിക്കുക. രാജ്യത്തോട് കൂറുള്ള വിദേശ ജൂതന്മാരെയും മൊസാദിൽ എടുക്കാറുണ്ട്. വിദേശത്തു നിന്നും മൊസാദിന് നല്ലവണ്ണം ധനസഹായം ലഭിച്ചിരുന്നു. ജൊനാഥൻ പോളാർഡ് എന്ന അമേരിക്കൻ ജൂതൻ അമേരിക്കയിൽ ചാരപ്രവർത്തനം നടത്തുമ്പോൾ പ്രതിമാസം $2500 മൊസാദ് നൽകിയത്. പിന്നീട് പിടിക്കപ്പെട്ട് ജയിലിലായപ്പോഴും പ്രതിഫലം ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. മൊസാദിന്റെ ഏജന്റ് എവിടെയെങ്കിലും വിചാരണ നേരിട്ടാൽ $2 ലക്ഷം കോടതി ചെലവ് എന്ന പേരിൽ അവർക്ക് നൽകിയിരുന്നു. ഒരാൾ പിടിക്കപ്പെട്ടാൽ അയാൾ നിരപരാധിയാണെന്നും അയാളെ രക്ഷിക്കണമെന്നുമുള്ള പൊതുജനാഭിപ്രായം ഉണ്ടാക്കിയെടുത്ത് പിരിച്ചെടുത്തത് എന്ന മട്ടിലാണ് ഈ തുക കൈമാറിയിരുന്നത്. മൊസാദിന്റെ തെരഞ്ഞെടുപ്പും പരിശീലനവും മാതൃകാപരമായിട്ടാണ് മറ്റു പല ഇന്റലിജൻസ് ഏജൻസികളും കാണുന്നത്. എങ്കിലും അറബി വിരോധം അവരുടെ പ്രവർത്തനത്തിന് വിലങ്ങുതടിയായിട്ടുണ്ട്. പഴയ തലമുറയിൽപ്പെട്ട പലരും ജനിച്ചത് പാലസ്തീനിലായിരുന്നതിനാൽ അറബി നന്നായി അറിയാമായിരുന്നു. പക്ഷെ അറബി വിരോധം വളർന്നു വളർന്ന് ആ ഭാഷ കേൾക്കുന്നത് പോലും പാപമാണെന്ന് ജൂതർ വാദിക്കാൻ തുടങ്ങിയതോടെ
മൊസാദിലും അറബി വിദഗ്ധർ കുറയാൻ തുടങ്ങി. ചാരപ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിച്ചു. ഒരാൾക്ക് അറബി സുഹൃത്തുണ്ടെങ്കിൽ മൊസാദിൽ ചേർക്കില്ല എന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിരവധി മനഃശാസ്ത്ര പരീക്ഷകളെ നേരിടേണ്ടതുണ്ട്. ചങ്കൂറ്റമില്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് കഠിന ജോലികൾ ഏൽപ്പിക്കും. ചിലർ അത് കേൾക്കുന്നതോടെ തളർന്നു പോകും. ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൊസാദ് ദുർബലഹൃദയർക്ക് പറ്റിയ താവളമല്ല. തോക്കുപയോഗിക്കേണ്ട രീതി, സ്വയരക്ഷ, രഹസ്യ നിരീക്ഷണം എന്നിവയാണ് പഠിപ്പിക്കുന്നത്. ആൾക്കൂട്ടത്തിൽ ഒരാളായി, വെറും സാധാരണക്കാരനായി, ആരും ശ്രദ്ധിക്കപ്പെടാതെ കഴിയാനായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. വിദേശ ഭാഷകൾ പഠിക്കണമെന്നുള്ളത് മാത്രമല്ല, അതിൽ തന്നെ സാധാരണക്കാർ പറയുന്ന രീതിയും വിദ്യാസമ്പന്നരായവർ പറയുന്ന രീതിയും മനസ്സിലാക്കണം. വിദേശത്തു ചെന്നാൽ അവിടെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വസ്ത്രധാരണം ചെയ്യണം, എങ്ങനെ പണം കൈകാര്യം ചെയ്യണം, എന്തിന് എങ്ങനെ വർത്തമാനം പറയണം എന്നതുവരെ പഠിപ്പിക്കും. ആരും ശ്രദ്ധിക്കപ്പെടാതെ ജീവിക്കാൻ ഈ പഠനം അവരെ സഹായിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയായ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് 1972 ജർമ്മനിയിലെ മ്യൂണിക്കിൽ സംഭവിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ നടക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരുന്നു അത്. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ആഘോഷത്തിൽ ആഹ്ലാദിക്കാൻ തയ്യാറെടുത്ത മ്യൂണിക്കിന് പക്ഷേ ഭീകരമായ ഒരു ദുരന്തമാണ് കാണേണ്ടി വന്നത്. സെപ്റ്റംബർ 5 നേരം പുലർന്നത് നടക്കുന്ന ആ വാർത്ത കേട്ടുകൊണ്ടാണ്. പാലസ്തീൻ വിമോചന സംഘടനയായ PLOയിലെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന വിഭാഗത്തിൽപ്പെട്ട പോരാളികൾ ഒളിമ്പിക്സിനെത്തിയ കായിക താരങ്ങൾ താമസിച്ചിരുന്ന ഒളിമ്പിക് ഗ്രാമം വളഞ്ഞു. ഇസ്രയേലിന്റെ താരങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് അവർ കുതിച്ചു പാഞ്ഞു. 2 പരിശീലകരെ അവർ ഉടനടി വധിച്ചു. 9 പേരെ ബന്ദികളാക്കി. ഇസ്രയേൽ തടവിലാക്കിയ 200 പലസ്തീൻ ഒളിപ്പോരാളികളെ വിട്ടുകിട്ടണമെന്നായിരുന്നു ഭീകരരുടെ ആവശ്യം. ഇസ്രയേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയർ ആ ആവശ്യം തള്ളിക്കളഞ്ഞു. ലോകം ഉൾമുനയിൽ നിന്ന മണിക്കൂറുകളായിരുന്നു പിന്നീട്. ജർമ്മൻ ഉദ്യോഗസ്ഥർ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തി. ബന്ദികളെ മോചിപ്പിച്ചാൽ പണം നൽകാമെന്ന വാഗ്ദാനം ഭീകരർ നിരസിച്ചു. കായിക താരങ്ങൾക്ക് പകരം ജർമ്മൻകാരെ ബന്ദികളായി നൽകാമെന്ന വാഗ്ദാനവും അവർ തള്ളി. ഒടുവിൽ കെയ്റോയിലേക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കാമെന്ന ജർമ്മനിയുടെ വാഗ്ദാനം അവർ അംഗീകരിച്ചു. ഒരു ഹെലികോപ്റ്ററിൽ തടവുകാരോടൊപ്പം ഭീകരർ സൈനിക വിമാനത്താവളത്തിലെത്തി. അവിടെ ഈജിപ്തിലേക്ക് പറക്കാൻ തയ്യാറായി ഒരു ജർമ്മൻ വിമാനം കാത്തുകിടപ്പുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്ന് 2 ഭീകരർ ആദ്യം പുറത്തിറങ്ങി. പെട്ടെന്ന് തുരുതുരാ വെടിപൊട്ടി. ബന്ദികളെ രക്ഷിക്കാനായി ജർമ്മൻ പോലീസ് നടത്തിയ ശ്രമമായിരുന്നു അത്. ഭീകരന്മാരെ 5 പേരെയും വധിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ബന്ദികളെ രക്ഷിക്കാൻ അവർക്കായില്ല. ഏറ്റുമുട്ടലിനിടെ എല്ലാ ബന്ദികളെയും ഭീകരർ കൊലപ്പെടുത്തിയിരുന്നു, കൂട്ടത്തിൽ ഒരു ജർമ്മൻ പോലീസുകാരനെയും. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇസ്രയേലിന്റെ ചരിത്രത്തിലും ആ സംഭവം ചോരപ്പാടുകൾ വീഴ്ത്തി. തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തതിൽ ഇസ്രയേലിലെ ജനങ്ങൾ മൊസാദിനെ കുറ്റപ്പെടുത്തി. സ്വിക സമീർ എന്ന മൊസാദ് തലവന് കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ സ്വിക സമീറിന്റെയോ മൊസാദിന്റെയോ പിഴവല്ലായിരുന്നു അത്. മ്യൂണിക് ഒളിമ്പിക്സിലെത്തുന്ന ഇസ്രയേൽ കായിക താരങ്ങൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ജർമ്മനിക്ക് മൊസാദ് മുന്നറിയിപ്പ് നൽകിയതാണ്. അവർ പക്ഷേ അത് കാര്യമായിട്ടെടുത്തില്ല എന്നതാണ് സംഭവിച്ചത്. സംഭവം നടന്നയുടനെ ബന്ദികളെ രക്ഷിക്കാൻ സ്പെഷ്യൽ ഫോഴ്സിനെ മൊസാദ് നിയോഗിച്ചിരുന്നു. പക്ഷേ ദൗത്യം നടത്താൻ ജർമ്മനി അവരെ അനുവദിച്ചില്ല. സ്വിക അമീർ ജർമ്മനിയിൽ കുതിച്ചെത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ അനുമതി ലഭിച്ചില്ല. ബന്ദികളെ വധിക്കുന്ന ദൃശ്യം ടെലിവിഷനിൽ കാണാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. മ്യൂണിക് ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ജർമ്മനി ഒഴിഞ്ഞു മാറിയില്ല. പക്ഷേ ഇസ്രയേലിന് ഉത്തരവാദിത്തമുണ്ടെന്ന് വിലയിരുത്തപ്പെട്ടു. ജർമ്മനിയിലെ ഇസ്രയേൽ എംബസിയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കൂട്ടക്കുരുതിക്ക് കാരണമായതെന്ന് പിന്നീടുള്ള വിദഗ്ധമായ അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതിലൊരാൾ മൊസാദ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കി. അതോടെ മൊസാദിന്റെ കരുത്ത് ചോരുന്നതായി നിരീക്ഷകർ വിലയിരുത്തി. പക്ഷേ അത് ശരിയായിരുന്നില്ല. ഇസ്രയേൽ ജനത തങ്ങളുടെ പ്രിയ താരങ്ങളുടെ മരണത്തിൽ ദുഃഖിക്കുകയും പകരം വീട്ടണമെന്നും ആഗ്രഹിച്ചു. പലസ്തീൻ തീവ്രവാദികളുടെ രക്തത്തിനായി അവർ ദാഹിച്ചു. ആ ദൗത്യം നിറവേറ്റാനുള്ള ചുമതല മൊസാദിനായിരുന്നു. പാലസ്തീൻ തീവ്രവാദികളെ കീഴടക്കണമെന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം, പ്രധാനമന്ത്രി ഗോദ മേയർ പ്രഖ്യാപിച്ചു. അതിന്റെ അർത്ഥം മൊസാദിന് വ്യക്തമായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ എന്തിനും തയ്യാറായിരുന്ന മൊസാദ് നരവേട്ടയ്ക്കിറങ്ങുകയായിരുന്നു. ഖസാർ കനാഫാനിയായിരുന്നു ആദ്യ ലക്ഷ്യം. പലസ്തീൻ കവിയും നോവലിസ്റ്റും സമാധാനവാദിയുമായി അറിയപ്പെട്ടിരുന്ന കനാഫാനിയും മരുമകളും കാർ പൊട്ടിത്തെറിച്ചു മരിച്ചു. അദ്ദേഹം ഭീകര സംഘടനയായ PLFPയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു എന്നതായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം. PLO പ്രവർത്തകനായ അബു ഷെരീഫിന് പാഴ്സൽ ബോംബ് അയച്ച് കണ്ണ് തകർത്തുകൊണ്ടായിരുന്നു മൊസാദിന്റെ അടുത്ത പ്രതികാരം. ലിബിയൻ എംബസിയിലെ ജീവനക്കാരനായ ബദാൽ സൈറ്റർ ആയിരുന്നു യൂറോപ്പിലെ മൊസാദിന്റെ ആദ്യ ഇര. അദ്ദേഹം ബ്ലാക്ക് സെപ്റ്റംബറിൽ അംഗമായിരുന്നു അത്രേ.
റോമിൽ വെച്ച് 12 വെടിയുണ്ടകൾ ഉതിർത്ത് മൊസാദ് സ്വൈറ്ററെ വധിച്ചു. ഏറെ ആസൂത്രിതമായിട്ടാണ് പാരീസിൽ വെച്ച് മുഹമ്മദ് ഹംഷാരിയെ മൊസാദ് വധിച്ചത്. പ്ലംബറുടെ വേഷത്തിലാണ് മൊസാദ് കൊലയാളിയെ അയച്ചത്. ഫോൺ എടുത്താലുടൻ പൊട്ടിത്തെറിക്കുന്ന വിധത്തിലുള്ള ഒരു ബോംബ് ഹംഷാരിയുടെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ട് കൊലയാളി പുറത്തിറങ്ങി. പുറത്തെ ടെലിഫോൺ ബൂത്തിൽ നിന്നും ഒരു കോൾ. ഹംഷാരി ഫോൺ എടുത്തതും ശരീരം ഛിന്ന ഭിന്നമായി. മ്യൂണിക് എന്ന ഹോളിവുഡ് ചിത്രം ഈ സംഭവ പരമ്പര വിശദമായി ചിത്രീകരിച്ചിട്ടുണ്ട്. കൊലപാതകം കൂടാതെ യൂറോപ്പിലെങ്ങും പലസ്തീൻ വിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും മൊസാദിന്റെ ചാരന്മാർ വേഷം മാറി സഞ്ചരിച്ചു. മാധ്യമങ്ങൾക്ക് രസിക്കും വിധം വാർത്തകളും നൽകി. മ്യൂണിക് കൂട്ടക്കൊലയുടെ പ്രതികൾക്കെതിരെ തങ്ങളുടെ വിധി നടപ്പാക്കാൻ മൊസാദ് നടപ്പാക്കിയ പല മാർഗങ്ങളും നിയമവിരുദ്ധമായിരുന്നു. അന്യരാജ്യങ്ങളുടെ നിയമങ്ങളും ലംഘിക്കപ്പെട്ടു. ജർമ്മനിയിൽ ജയിലിൽ കഴിയുന്നവരെ ജർമ്മൻ നിയമത്തിന് വിരുദ്ധമായി മൊസാദ് ജയിലിൽ ചെന്ന് ചോദ്യം ചെയ്തു. മൊസാദ് വധിച്ച പലർക്കും മ്യൂണിക് കൂട്ടക്കൊലയുമായി നേരിട്ട് ബന്ധമില്ലായിരുന്നു. ചിലർ പദ്ധതി തയ്യാറാക്കാനും ആസൂത്രണം നടത്താനും സഹായങ്ങൾ നൽകിയവരാണ്. മറ്റു ചിലർക്ക് കൂട്ടക്കൊലയെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്ന് മാത്രം. പക്ഷേ മൊസാദിന്റെ വാദം ഇതായിരുന്നു: ഞങ്ങൾ യുദ്ധത്തിലാണ്. ശത്രു സൈന്യത്തിലെ യോദ്ധാക്കളെ പോലെ തന്നെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരും ശിക്ഷാർഹരാണ്. CIA എന്ന അമേരിക്കൻ ചാരസംഘടനയുമായി മൊസാദിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് കരുതപ്പെടുന്നതെങ്കിലും എപ്പോഴും അവർ തമ്മിലുള്ള ബന്ധം ഒരേപോലെ ആയിരുന്നില്ല. CIA വിവരങ്ങൾ പോലും പലപ്പോഴും മൊസാദ് ചോർത്തിയെടുത്തിരുന്നു. അതിനായി അവരുടെ ഏജന്റുമാർക്ക് ധാരാളം പണം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ CIA ലഭിക്കേണ്ട അല്ലെങ്കിൽ അവർ കിട്ടാൻ കുതിക്കുന്ന വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ആ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും മൊസാദിന് ആവശ്യമായ വിവരങ്ങൾ അവർ ഇങ്ങോട്ട് നൽകിയാൽ തങ്ങൾക്ക് ലഭിച്ച സുപ്രധാന വിവരങ്ങൾ നൽകാമെന്നും CIA അറിയിക്കും. അറബി ലോകത്തെ വിവരങ്ങളാണ് മൊസാദ് CIA നിന്നും പ്രധാനമായും കിട്ടാൻ ആഗ്രഹിച്ചിരുന്നത്. CIA വേണ്ടിയിരുന്നതാകട്ടെ സോവിയറ്റ് രഹസ്യങ്ങളും. അറബ് ലോകത്ത് നുഴഞ്ഞു കയറാൻ മൊസാദിന് കഴിയുന്നതിനേക്കാൾ വിഷമമായിരുന്നു സോവിയറ്റ് രഹസ്യങ്ങൾ ശേഖരിക്കാൻ CIA ബുദ്ധിമുട്ട്. 1968 സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം പാർട്ടി കോൺഗ്രസിൽ അന്നത്തെ സോവിയറ്റ് പ്രസിഡന്റ് ക്രൂഷ്ചേവ് നടത്തിയ പ്രസംഗമാണ് മൊസാദ് ചോർത്തിയെടുത്തത്. ഇത് മൊസാദ് CIA നൽകുകയും ചെയ്തു. ഈ പ്രസംഗത്തെക്കുറിച്ച് ചില വിവരങ്ങൾ എല്ലാ ഇന്റലിജൻസ് ഏജൻസികൾക്കും ലഭിച്ചിരുന്നു. പ്രസംഗത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ വിവരം ലഭിക്കാൻ യൂറോപ്പിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് മൊസാദ് പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം CIA കൈമാറിയത്. ഈ പ്രസംഗത്തിലാണ് സ്റ്റാലിൻ ആദ്യമായി വിമർശിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ കുറ്റകൃത്യങ്ങളെയും അഴിമതിയെയും ക്രൂഷ്ചേവ് നിശിതമായി വിമർശിച്ചു. ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ ഒരാളായ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെ നിശിതമായി വിമർശിക്കുന്നതിന്റെ വിശദാംശങ്ങൾ അത്യന്തം ആവേശത്തോടെയാണ് CIA ഏറ്റുവാങ്ങിയത്. 1957 അതായത് തൊട്ടടുത്ത വർഷം മൊസാദിന്റെ കാര്യങ്ങൾ നോക്കാൻ CIA പ്രത്യേക യൂണിറ്റ് തന്നെ നിലവിൽ വന്നു. വിവരങ്ങൾ പരസ്പരം കൈമാറാൻ ഒരു ഔദ്യോഗിക കരാറും നിലവിൽ വന്നു. അതിനൊക്കെ പുറമെ മൊസാദിന് വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ പലതരം ഉപകരണങ്ങളും അവർ നൽകി. എന്നാൽ 1970 ആയപ്പോഴേക്കും തമ്മിൽ അകലാൻ തുടങ്ങി. അതിന്റെ ഒരു പ്രധാന കാരണം പെട്രോളിയം പ്രതിസന്ധിയാണ്. മറ്റൊന്ന് CIA ആഭ്യന്തര പ്രശ്നങ്ങളും. പെട്രോളിയം പ്രതിസന്ധിയെ തുടർന്ന് അറബ് രാജ്യങ്ങളെ കൂടെ നിർത്താൻ അമേരിക്ക തീരുമാനിച്ചു. സൗദി അറേബ്യയുമായി ഉറച്ച സൗഹൃദത്തിനുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തിയത്. സൗദിയിലെ എണ്ണ നിക്ഷേപത്തിലായിരുന്നു അമേരിക്കയ്ക്ക് താൽപര്യം. CIA മൊസാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അത് ഔദ്യോഗികമായതിനെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ചിരുന്നല്ലോ. CIA ജെയിംസ് ജീനസ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു മൊസാദിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. മൊസാദിൽ നിന്നും വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് കൈമാറിയതിനാൽ ആംഗിൾട്ടണിന് അവിടെ വലിയ സ്ഥാനമായിരുന്നു. ഇതിൽ അസൂയ പൂണ്ട ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാളായ വില്യം കോൾബി ഡയറക്ടറായതോടെ ഇസ്രായേലി ഡെസ്ക് പിരിച്ചുവിട്ട് ആംഗിൾട്ടണിനെ നീക്കം ചെയ്തു. മാത്രമല്ല ഇസ്രായേലിൽ നിന്നും സ്വന്തം നിലയിൽ വിവരങ്ങൾ ചോർത്താൻ ചാരന്മാരെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ സത്യത്തിൽ മൊസാദിന്റെ കണക്കുകൂട്ടലുകൾ വിജയിക്കുകയായിരുന്നു. അവർ ആഗ്രഹിച്ചിരുന്നതാണ് അമേരിക്ക ചെയ്തത്. അമേരിക്കയ്ക്ക് എത്രയും കുറച്ച് വിവരങ്ങൾ കൊടുക്കാമോ അത്രയും നല്ലത് എന്നതായിരുന്നു മൊസാദിന്റെ നിലപാട്. കാരണം കുപ്രസിദ്ധമായ വാട്ടർഗേറ്റ് സംഭവത്തോടെ അമേരിക്കൻ രഹസ്യാന്വേഷകരുടെ പിടിപ്പുകേട് നാട്ടിലെങ്ങും പാട്ടായി കഴിഞ്ഞിരുന്നു. മൊസാദ് തലവൻ മീർ അമിത് പരിഹാസത്തോടെ പറഞ്ഞത് ഇതാണ്: നമ്മുടെ തൊഴിലിൽ രഹസ്യ സ്വഭാവം ഉറപ്പുവരുത്തുക അത്യാവശ്യമാണ്. CIA വിവരങ്ങൾ കൊടുക്കുന്നതും പത്രസമ്മേളനം നടത്തുന്നതും ഒരേ ഫലമാണ് ചെയ്യുന്നത്. തമ്മിൽ പരിഹസിക്കുക എന്നത് ഒരു വിനോദം. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും അപ്പുറം ചാരസംഘടനകൾ തമ്മിൽ അടുപ്പവും അകൽച്ചയുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത രാജ്യങ്ങളിലെ ചാരസംഘടനകളുമായി പോലും രഹസ്യമായി അടുപ്പമുണ്ടാക്കിയെടുക്കുന്നതിൽ മൊസാദ് സമർത്ഥരാണ്.
ഇസ്രയേലിനെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സോവിയറ്റ് യൂണിയൻ. ഇസ്രയേലിലെ ആദ്യ നേതാക്കളിൽ പലരും റഷ്യയിലോ സോവിയറ്റ് യൂണിയനിലോ അധീനതയിലുള്ള പ്രദേശങ്ങളിലോ ജനിച്ചവരോ അവരുടെ പിന്മുറക്കാരോ ആയിരുന്നു എന്നതിനാലുള്ള സാഹോദര്യഭാവം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. സോഷ്യലിസത്തോട് ജൂതരാഷ്ട്രീയത്തിന് ആഭിമുഖ്യമുള്ളതായി സോവിയറ്റ് നേതാക്കൾ കരുതിയിരുന്നു. ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാകാനുള്ള രാജ്യമാണ് ഇസ്രയേൽ എന്നും സോവിയറ്റ് യൂണിയൻ കരുതി. അതിനാൽ ഇസ്രയേൽ രാഷ്ട്രീയത്തിലും ട്രേഡ് യൂണിയൻ രംഗത്തും ഇടതുപക്ഷ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ അവർ തയ്യാറായി. മാത്രമല്ല, ഇസ്രയേൽ സർക്കാരിന്റെ ക്യാബിനറ്റ് രേഖകൾ വരെ റഷ്യയ്ക്ക് കടത്താൻ സഹായിച്ച ചാരന്മാരും സോവിയറ്റ് യൂണിയൻ ഉണ്ടായി. ഇതിനിടയിലാണ് റഷ്യൻ നേതൃത്വം ഇസ്രയേൽ നിലപാടിൽ മലക്കം മറച്ചിൽ നടത്തിയത്. ഇസ്രയേലിനെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാതയിൽ കൊണ്ടുവരാനാവില്ല എന്നവർക്ക് തിരിച്ചറിവുണ്ടായി. അറബ് രാജ്യങ്ങളിലെ വിമോചന പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് നല്ലതെന്ന് രാഷ്ട്രീയ രേഖ മാറ്റിയെഴുതി. ഇസ്രയേലുമായി അടുക്കുന്നത് തങ്ങൾക്ക് നല്ലതല്ലെന്ന് തിരിച്ചറിഞ്ഞ് അവരുമായി അകലാൻ തീരുമാനിച്ചു. ഈ അവസരത്തിലാണ് പ്രസിദ്ധമായ 6 ദിന യുദ്ധം ഉണ്ടാകുന്നത്. യുദ്ധം ഒരു കാരണമായി മുന്നിൽ കണ്ട് ഇസ്രയേലിലെ എംബസി സോവിയറ്റ് യൂണിയൻ അടച്ചുപൂട്ടി. അപ്പോഴും മൊസാദ് KGBയുമായി വലിയ സഹകരണവും സൗഹൃദവും തുടർന്നുകൊണ്ടിരുന്നു. ഒരു എംബസി കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം തന്നെ KGBയുമായുള്ള രഹസ്യബന്ധത്തിലൂടെ മൊസാദ് സാധിച്ചെടുത്തുകൊണ്ടിരുന്നു. ആധുനിക കാലത്ത് ലോകം കണ്ട സമർത്ഥനായ ചാരനായിരുന്നു കിം ഫിൽബി. ഒരേ സമയം റഷ്യയ്ക്കും ബ്രിട്ടനും വേണ്ടി ചാരപ്രവൃത്തി നടത്താൻ ആ സൂത്രശാലിയായ ഡബിൾ ഏജന്റിന് കഴിഞ്ഞു. ബ്രിട്ടീഷ് പൗരനായിരുന്നു ഫിൽബി. സോവിയറ്റ് യൂണിയന് വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ടെന്നറിഞ്ഞ ബ്രിട്ടൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ഫിൽബിയും അറിഞ്ഞു. ഇത് ഫിൽബിയുടെ കാതിലെത്തിച്ചത് മൊസാദാണ്. മൊസാദിന്റെ ചാരനായിരുന്ന അഹറോൻ മോഷൽ എഴുതിയ ദ വൈപ്പേഴ്സ് എന്ന കൃതിയിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. 1963 അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു മോഷൽ. അതിനിടെ മൊസാദിന്റെ ആസ്ഥാനത്ത് നിന്ന് ഒരു സന്ദേശം മോഷലിനെ തേടിയെത്തി. ഫിൽബിയെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടൻ വലവിരിച്ചു കഴിഞ്ഞു. ഉടൻ ബെയ്റൂട്ടിലെത്തി ഇക്കാര്യം ഫിൽബിയെ അറിയിക്കണമെന്നതായിരുന്നു ആ സന്ദേശം. ഫിൽബി റഷ്യയ്ക്ക് വേണ്ടിയാണ് കൂടുതലും പ്രവർത്തിച്ചിരുന്നത്. പടിഞ്ഞാറൻ ബെയ്റൂട്ടിൽ ഫിൽബിയുടെ താമസ സ്ഥലത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ മോഷൽ മുറിയെടുത്തു. അവിടെ ഇരുന്ന് ഫിൽബിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. വീട്ടിൽ ആരുമില്ലാത്ത തക്കത്തിന് അദ്ദേഹം ഫിൽബിയുടെ അടുത്തെത്തി. ഞാൻ കോൾമാന്റെ ആശംസയുമായാണ് എത്തിയിരിക്കുന്നത്. ഇതായിരുന്നു മോഷൽ ഫിൽബിയോട് പറഞ്ഞത്. ഫിൽബിയുടെ പ്രതികരണം പക്ഷെ അനുകൂലമായിരുന്നില്ല. താങ്കളെ ആരാണ് അയച്ചതെന്ന് എനിക്ക് വ്യക്തമായും മനസ്സിലായി. പക്ഷെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ പരിചിതരായ സുഹൃത്തുക്കളെയാണ്, അപരിചിതരെയല്ല ഞാൻ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സഹായത്തിന് നന്ദി. മോഷൽ മടങ്ങിപ്പോന്നു. പക്ഷെ മൊസാദ് പിന്മാറിയില്ല. അവർ ഫിൽബിയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടതിനെക്കുറിച്ചുള്ള മൊസാദിന്റെ വിവരണം ഇപ്രകാരമാണ്. ബെയ്റൂട്ടിൽ നിന്നും ഒരു ടാക്സിയിൽ ഫിൽബി ഡമാസ്കസിലെത്തി. സോവിയറ്റ് അനുകൂല കൂർദ് വിമതന്മാർ അദ്ദേഹത്തെ ഡമാസ്കസിൽ നിന്നും വടക്കേ ഇറാഖിലെ ഒരു ഗ്രാമത്തിലെത്തിച്ചു. അവിടെ നിന്നാണ് KGB ഫിൽബിയെ ഏറ്റെടുത്ത് റഷ്യയിൽ എത്തിച്ചത്. ഫിൽബിയുടെ കാര്യത്തിൽ മൊസാദ് ഇത്ര താൽപര്യം കാണിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം അജ്ഞാതമാണ്. ഫിൽബിയുടെ പിതാവും ചാരനായിരുന്നു. പിതാവ് കടുത്ത ജൂതവിരോധിയുമായിരുന്നു. കൂടുതൽ സോവിയറ്റ് ജൂതന്മാർ ഇസ്രയേലിലേക്ക് കുടിയേറാൻ അനുവദിക്കുന്നതിന് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ മൊസാദ് നടത്തിയ ശ്രമമായിരുന്നു ഇതെന്ന് ചില അമേരിക്കൻ വിശകലന വിദഗ്ധർ വാദിക്കുന്നു. മൊസാദിനെയും ഇസ്രയേലിനെയും വലിയ കുഴപ്പത്തിലാക്കിയ സംഭവത്തിലെ ഒരു രംഗം ഇസ്രയേൽ എംബസിക്ക് മുമ്പിൽ അരങ്ങേറുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു. വർഷം 1984 നവംബറിലെ ഒരു മധ്യാഹ്നം അമേരിക്കയിലെ ഇസ്രയേൽ എംബസിയിലേക്ക് ഒരാൾ ഓടിയെത്തി. കൂടെ ഭാര്യയും ഉണ്ടായിരുന്നു. എംബസിയുടെ ഗേറ്റിൽ നിന്ന് ഗാർഡിനോട് അയാൾ അലറി, എന്നെ കയറ്റിവിടൂ, ഞാൻ ഇസ്രയേൽ ചാരനാണ്. അയാളെ പിന്തുടർന്നെത്തിയ അമേരിക്കയിലെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ FBI ഉദ്യോഗസ്ഥന്മാർ ഈ സംഭവം കണ്ട് അമ്പരന്നു നിന്നു. ജൊനാഥൻ ജയ് പൊളാർഡ് എന്നായിരുന്നു അയാളുടെ പേര്. മൊസാദിനെയും ഇസ്രയേലിനെയും വലിയ കുഴപ്പത്തിലാക്കിയ സംഭവത്തിലെ ഒരു രംഗമായിരുന്നു എംബസിക്ക് മുമ്പിൽ അരങ്ങേറിയത്. ഇസ്രയേലിന്റെ ചാരപ്രവർത്തന ചരിത്രത്തിലെ നാണക്കേടുണ്ടാക്കിയ നിമിഷം. അതേസമയം ഇസ്രയേലിന്റെ ചാരപ്രവർത്തനം എത്ര വിപുലമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. അമേരിക്കയും ഇസ്രയേലും തമ്മിൽ വലിയ അടുപ്പമുള്ള കാലം. മൊസാദും CIA പരസ്പരം വിവരങ്ങൾ കൈമാറുന്ന കാലം. അക്കാലത്താണ് പൊളാർഡ് സംഭവം. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ കഥകൾ പൊളാർഡിനെ ആവേശം കൊള്ളിച്ചു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയേക്കാൾ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയെ പൊളാർഡ് ഇഷ്ടപ്പെട്ടു. അത് പ്രകടിപ്പിക്കാൻ ഒരു അവസരം കാത്തിരുന്നു. കേണൽ അവിം സെൽവ അമേരിക്കയിലെത്തിയപ്പോൾ പൊളാർഡ് കാത്തിരുന്ന അവസരമെത്തി. വിമാനത്തിൽ പറന്നു ചെന്ന് ഇറാഖിന്റെ ആണവ റിയാക്ടർ തകർത്ത് അപകടം പറ്റാതെ മടങ്ങിയെത്തിയ വീരനായിരുന്നു കേണൽ. ആരാധനമൂത്ത പൊളാർഡ് താൻ ഇസ്രയേൽ ചാര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം തുറന്നു പറഞ്ഞു.
അദ്ദേഹം ഭയന്നുപോയി. കാരണം ചാരപ്രവർത്തനത്തിൽ പരിചയമൊന്നും കേണലിനില്ലായിരുന്നു. അദ്ദേഹം ഇക്കാര്യം മൊസാദിനെ അറിയിച്ചു. മൊസാദ് നേരത്തെ തന്നെ പൊളാർഡിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ നേരിട്ട് ചെന്ന് തനിക്ക് ചാരനാകണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അപേക്ഷ നിരസിക്കുന്നതായിരുന്നു മൊസാദിന്റെ രീതി. അയാളിലൂടെ മറ്റാരെങ്കിലും കെണി ഒരുക്കുന്നതാകാമെന്നായിരുന്നു മൊസാദിന്റെ സംശയം. അമേരിക്കൻ ഇന്റലിജൻസിലെ ഉദ്യോഗസ്ഥൻ ജൂതനാണെന്ന ഒറ്റ കാരണത്താൽ ഇത്തരമൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ഒരുപക്ഷെ CIA ഒരുക്കിയ സൂത്രമായിരിക്കാമെന്ന് മൊസാദ് സംശയിച്ചു. തങ്ങളുടെ രാജ്യത്ത് മൊസാദിന്റെ നിലപാട് അറിയാൻ CIAക്ക് താൽപ്പര്യമുണ്ടായിരിക്കുമല്ലോ. അതിനാൽ മൊസാദ് നേരിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നതിൽ വിസമ്മതം പ്രകടിപ്പിച്ചു. എന്നാൽ മൊസാദിന്റെ സഹോദര വിഭാഗമായ ലാക്കമിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പൊതുവെ എല്ലാവർക്കും ലഭിക്കുന്ന ശാസ്ത്രീയ അറിവുകളെ വിശകലനം ചെയ്യുന്ന സ്ഥാപനമാണ് ലാക്കം എന്നായിരുന്നു വിശ്വാസം. പൊളാർഡിനെക്കുറിച്ച് ലാക്കമിന്റെ ന്യൂയോർക്കിലെ സയന്റിഫിക് അറ്റാഷ ജോസഫ് യാഗർ നൽകിയ റിപ്പോർട്ട് ലാക്കമിന്റെ തലവൻ റാഫേൽ എയ്റ്റിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കേണൽ സെല്ല വഴി പൊളാർഡിനെ അമച്വർ ഏജന്റാക്കാൻ തീരുമാനിച്ചത്. കേണൽ അത്യാവശ്യം ചില കോഡുകളും ചില നുറുങ്ങ് ചാരപ്രവർത്തന അറിവുകളും അദ്ദേഹത്തെ പഠിപ്പിച്ചു. പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് മാത്രമേ വിളിക്കാവൂ എന്നും നിഷ്കർഷിച്ചു. പൊളാർഡിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ജോസഫ് യാങ്കറിനെയാണ് ചുമതലപ്പെടുത്തിയത്. പക്ഷേ റാഫേൽ എയ്റ്റിന് അദ്ദേഹത്തെ നേരിൽ കാണുവാൻ തിടുക്കമായി. 1984 പൊളാർഡിനും ഭാര്യയ്ക്കും യൂറോപ്യൻ വിനോദയാത്ര ഇസ്രയേൽ ഏർപ്പാടാക്കി. ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയായ മൊസാദ് ഇസ്രയേലിന്റെ മൂന്നാം കണ്ണെന്നും അറിയപ്പെടുന്നു. ലോകത്തിലെ വൻ ശക്തികളെല്ലാം ഇസ്രായേലിനെ ഭയപ്പെടുന്നു. അതിനുള്ള പ്രധാന കാരണം മൊസാദ് എന്ന ചാരസംഘടനയാണ്. ഇറാനിയൻ ആറ്റം ബോംബിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഫക്രീസാദയുടെ കൊലപാതകം വളരെ ആസൂത്രിതമായിരുന്നു. മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ഒരു കൊച്ചു ദ്വീപരാജ്യമാണ് മാൾട്ട. ഇബ്രാഹിം ദർവീഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സ്ഥലം. ഇബ്രാഹിം ദർവീഷ് വെടിയേറ്റ് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് മാൾട്ടൻ പോലീസിന് പോലും ഇക്കാര്യം മനസ്സിലായത്. ഇസ്രയേൽ ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം. നീണ്ട കൊടിയ പീഡനങ്ങൾക്കൊടുവിലാണ് യഹൂദർക്ക് മാതൃരാജ്യം തിരികെ ലഭിച്ചത്. ഇസ്രയേൽ ഛിന്നഭിന്നമായിരുന്ന കാലത്ത് കേരളവും ഇവർക്ക് അഭയം നൽകിയിരുന്നു. ഡയസ്പെറ എന്ന ഈ പ്രവാസം അറിയപ്പെട്ടു. അങ്ങനെയുള്ള ഇസ്രയേലാണ് മൊസാദ് എന്ന ചാരസംഘടനയുടെ ബലത്തിൽ ഇന്നത്തെ നിലയിലേക്ക് മാറിയത്. ആയുധങ്ങളുടെ കാര്യത്തിലോ സൈനികരുടെ എണ്ണത്തിലോ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതിയിലോ ഒന്നും ലോകരാജ്യങ്ങളുടെ അടുത്തെങ്ങും എത്താൻ ഒരു സാധ്യതയുമില്ലാതിരുന്ന ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയായി മാറി. ഇസ്രയേലിനെ അംഗീകരിക്കാത്തവർ പോലും മൊസാദിന്റെ പ്രവർത്തന മികവിനെ അംഗീകരിക്കുന്നു. 1948 സ്ഥാപിതമായ ഇസ്രയേൽ ചുറ്റും ശത്രുരാജ്യങ്ങളാണ്. ലബനൻ, സിറിയ, പാലസ്തീൻ, ജോർദാൻ, ഈജിപ്ത് എന്നിവയാണ് അതിരുകൾ. പ്രതിസന്ധികളുടെ നടുവിലും പഞ്ചാഗ്നി മധ്യത്തിൽ നിൽക്കുന്ന ഒരു ജൂതരാഷ്ട്രം. ഉറങ്ങുമ്പോൾ പോലും കണ്ണുകൾ തുറന്നുവച്ച് അതീവ ജാഗ്രതയോടെയുള്ള നീക്കങ്ങൾ. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് എന്ന നരനായാട്ട് മൂലം ലക്ഷക്കണക്കിന് പേരാണ് കൂട്ടക്കൊലയ്ക്ക് നാസി ഭീകരരാൽ വിധേയരായത്. നരനായാട്ടിന്റെ ഭയാനകവും വേദനിപ്പിക്കുന്നതുമായ ഓർമ്മകൾ. ഇനി ആരും ജൂതനായാട്ടിനിറങ്ങാതിരിക്കാൻ ഓരോ ജൂതനും ജാഗ്രത പാലിക്കുന്നു. കരിയിലെ അനങ്ങിയാൽ ജാഗ്രത പാലിക്കുന്ന ജൂതവംശജർ. അമാനുഷിക പരിവേഷമൊന്നുമല്ല, പ്രവർത്തന മികവാണ് മൊസാദിന്റെ വിജയത്തിന്റെ പിന്നിൽ. ലോകത്തിന്റെ ഏതൊരു കോണിൽ ചെന്നും ഒരു പൂവ് നുള്ളിയെടുക്കുന്ന അത്ര ലാഘവത്തോടെ എതിരാളികളുടെ ജീവൻ അപഹരിക്കുന്ന മൊസാദ്. പാലസ്തീനെ വിഭജിക്കാമെന്ന UN പാർട്ടീഷൻ പ്ലാൻ വന്നപ്പോൾ തന്നെ 4 ജൂത യുവാക്കളെ ജെറുസലേമിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ഇന്റലിജൻസ് മിഷനുമായി പറഞ്ഞയക്കുന്നു. അഭിനവ അറബികളെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നു. സ്പേസ് ഓഫ് നോ കൺട്രി സീക്രട്ട് ലൈവ്സ് അറ്റ് ദ ബർത്ത് ഓഫ് ഇസ്രയേൽ എന്ന പുസ്തകം എഴുതിയ മാറ്റി ഫ്രീമാന്റെ അഭിപ്രായത്തിൽ ഈ 4 സംഘത്തിന്റെ ചാരപ്രവർത്തന പാടവത്തിലാണ് മൊസാദ് എന്ന ഭാവി സംഘടനയുടെ ജനിതകം കുറിക്കാൻ കഴിയുക. ജൂതർ അവരുടെ രാജ്യവും വംശവും നിലനിർത്താൻ ചാരപ്പണി ചെയ്യാൻ തയ്യാറായിരുന്നു. മൊസാദിന്റെ കാര്യക്ഷമതയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായ ബോധ്യം വരാനുള്ള ഒരു കാരണം റഷ്യൻ അഫെയർ ആയിരുന്നു. മൊസാദ് നടത്തുന്ന കൊലയ്ക്ക് പിന്നിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. സ്ഥാപിതമായ സമയം തൊട്ട് മൊസാദിനെ മുന്നോട്ട് നയിക്കുന്നത് ചില പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. ജൂതരെ ദ്രോഹിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, തങ്ങളുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന സൈനിക ശക്തികളെ നിർവീര്യമാക്കുക, ഭീകരവാദികൾക്ക് തിരിച്ചടി നൽകുക, തങ്ങളുടെ അഭയാർത്ഥികളെ തിരിച്ച് സ്വന്തം മണ്ണിലെത്തിക്കുക. ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അവിടുത്തെ ജനതയുടെ ഭാവിയുടെ പ്രശ്നമാണ്. ഒരു തൊഴിലല്ല, ജീവിതം തന്നെയാണെന്ന ചിന്തയാണ് മൊസാദിന് അവരുടെ നേട്ടങ്ങളെല്ലാം കൈവരിക്കാനായത്. ആരും കാണാതെ എല്ലാം കാണുന്നവർ. ചാരന്മാരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിശേഷണം. അധികാരം ഉറപ്പാക്കാൻ ആദ്യം അറിയേണ്ടത് ശത്രുവിന്റെ നീക്കങ്ങളെക്കുറിച്ചാണ്. സ്വന്തം ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളെക്കാളും വിലപ്പെട്ടതാണ്
ശത്രുവിന്റെ ആവനാഴിയിലെ അമ്പിനെക്കുറിച്ചുള്ള അറിവ്, ആ രഹസ്യം കണ്ടെത്തുന്നവനാണ് ചാരൻ. അതിനാൽ ആയുധമേന്തി യുദ്ധമുന്നണിയിൽ അടരാടുന്ന പോരാളിയോളം പ്രാധാന്യമുണ്ട് ചാരനും. അധികാരത്തിന്റെ ചതുരംഗത്തിൽ ചാരന്റെ സ്ഥാനം ആർക്കും പിന്നിലല്ല. അവിടെയാണ് മൊസാദ് എന്ന ചാരസംഘടനയുടെ വിജയരഹസ്യം. ചാരന്മാരുടെ കഥ ചാണക്യന്റെ കാലത്തിനും അപ്പുറത്തേക്ക് നീളുന്നു. ചാരരാൽ ദൃഷ്ടി നീണ്ടവൻ എന്നാണ് മഹാഭാരതത്തിൽ രാജാക്കന്മാർക്ക് നൽകിയിരുന്ന വിശേഷണം. നേർക്കുനേരെയുള്ള പോരാട്ടങ്ങളുടെ പഴയ കാലത്തും പടക്കളത്തിൽ നിന്ന് അകലെയിരുന്ന തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ശത്രുവിനെ അടിയറവ് പറയിക്കുന്ന ആധുനിക കാലത്തും ചാരന്റെ പ്രാധാന്യത്തിന് കുറവില്ല. കൂടുക തന്നെയാണെന്നതാണ് സത്യം. ഭരണാധികാരികൾക്ക് പേടി സ്വപ്നമാണ് ചാരന്മാർ. വിശ്വസ്തരേക്കാൾ വിശ്വസ്തരായി നടിച്ച് അന്തഃപുര രഹസ്യങ്ങൾ വരെ ചാരന്മാർ ചോർത്തിയെടുക്കും. ആധുനിക കാലത്തും ചാരന്മാരില്ലാതെ അധികാരം നിലനിർത്തുന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് രാജ്യങ്ങൾ ചാരസംഘടനകൾ ഉണ്ടാക്കുന്നത്. ചാരസംഘടനകൾ അവരുടെ ദൗത്യ നിർവഹണത്തിനായി ഏതു മാർഗവും സ്വീകരിക്കാൻ തയ്യാറാകും. എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. വിദേശ പത്രങ്ങൾ, ടെലിവിഷൻ, റേഡിയോ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ, സാറ്റലൈറ്റ് ചിത്രങ്ങൾ, ഓരോ രാജ്യത്തിനുമുള്ള സൈനിക ശക്തി, വിമാനം, കപ്പൽ, യുദ്ധോപകരണങ്ങൾ തുടങ്ങിയവയുടെ എണ്ണം, ആണവ പരീക്ഷണങ്ങൾ തുടങ്ങിയവയെല്ലാം ചാരന്മാർ പഠനവിധേയമാക്കും. രഹസ്യമായി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുക്കുകയാണല്ലോ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ചാരസംഘടനയായ മൊസാദും മറ്റുള്ള ചാരസംഘടനകളും ചെയ്യുന്നത്. അതിനാൽ ഇവർ രഹസ്യ സ്വഭാവമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് കൊലപാതകങ്ങളും മറ്റും നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ ഇസ്രയേലിന്റെ ചാരസംഘടന മൊസാദ് ലോകപ്രശസ്തി പിടിച്ചുപറ്റിയത് അതിലെ ചാരന്മാരുടെ കഴിവുകൊണ്ട് മാത്രമാണ്. പല നരനായാട്ടിന്റെയും നടുക്കുന്ന ഓർമ്മകൾ ജൂത സമൂഹത്തെ ഇന്നും വേട്ടയാടുന്നു. മൊസാദ് എന്നത് വെറുമൊരു ചാരസംഘടനയല്ല, ഇസ്രയേൽ എന്ന തങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ്.